തിരഞ്ഞെടുപ്പ് തോൽവിയിൽ ആടിയുലഞ്ഞ ഇടതുമുന്നണി. സർക്കാർ ആത്മപരിശോധന നടത്തണമെന്ന് CPI തുറന്നടിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം തിരിച്ചടിയായെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം P. സന്തോഷ് കുമാറും കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റികൾ അതേപ്പറ്റി ഗൗരവമായിട്ട് പരിശോധിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. തെറ്റുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അവ സമ്മതിക്കാൻ ഞങ്ങൾ മടിക്കില്ല. ആ തെറ്റുകൾ തിരുത്താനും അമാന്തം ഉണ്ടാകുകയില്ല. അതൊരു കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റിയാണ്. അത് CPIക്കുണ്ട്, CPMനുണ്ട്, LDFനാകെ തന്നെയുണ്ട്. അതുകൊണ്ട് ഭാവിയെപ്പറ്റി ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഇലക്ഷന്റെ ഫലം വന്ന് പിറ്റേ മണിക്കൂർ മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടും പറഞ്ഞു വരുന്ന കാര്യമാണത്. നിങ്ങളിൽ പുതുമ കാണണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമാണ് ജനയുഗം. അതുകൊണ്ട് തന്നെ ജനയുഗത്തിനകത്ത് പ്രതിഫലിക്കുന്നത് പാർട്ടിയുടെ അഭിപ്രായമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് LDF ഉൾക്കൊള്ളേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അത് ഉൾക്കൊള്ളും. പക്ഷേ തിരുത്ത് എന്ന് പറഞ്ഞാൽ ഓരോ പരാജയവും, അതിപ്പോൾ സ്കൂൾ പരീക്ഷയെ പരാജയപ്പെടുന്ന കുട്ടി കൂടുതൽ നന്നായി പഠിക്കണം എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ കുറേ നേരം ഉറക്കൊഴിച്ച് പഠിക്കണം എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ സമയത്തിനുള്ളിൽ പരീക്ഷ പൂർത്തിയാക്കണം എന്ന് പറയുന്ന പോലെ ഏതൊരു പരാജയവും ആരെയും പഠിപ്പിക്കുന്നുണ്ട്. LDF സ്വാഭാവികമായിട്ടും നിലവിലുള്ള സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഗംഭീരമായിട്ട് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും. അതേസമയം ക്ഷേമവും വികസനവും ജനവിധിയെ സ്വാധീനിച്ചില്ല എന്നാണ് ദേശാഭിമാനിയിൽ സ്വയം വിമർശനം. BJP ജമാഅത്തെ സഖ്യത്തിലായിരുന്നു UDF എന്നാണ് CPMന്റെ വാദം. പരാജയം പരിശോധിക്കാൻ CPIM CPI നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് ചേരുകയാണ്. യോഗങ്ങൾക്ക് മുന്നോടിയായി MV ഗോവിന്ദനും ബിനോയ് വിശ്വവും കൂടിക്കാഴ്ച നടത്തി. TV പ്രസാദും റഹീസ് റഷീദുമുണ്ട്. ആദ്യം TV പ്രസാദിലേക്കാണ്. പ്രസാദ്, വലിയൊരു പൊട്ടിത്തെറി തന്നെയാണ്. പരസ്യ പ്രതികരണത്തിലേക്ക് CPI കടക്കുകയാണ്. അകത്ത് CPI CPM ചർച്ചകളും നടക്കുമ്പോൾ എന്താണ് CPIയുടെ വികാരം ഇക്കാര്യത്തിൽ? പ്രസാദ്. സ്മൃതി പറഞ്ഞതുപോലെ ഒരു പൊട്ടിത്തെറിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇത്രകാലം മനസ്സിൽ വെച്ച് നടന്നത് CPI പരസ്യമാക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രതികരണം. അതുപോലെ തന്നെ ജനയുഗത്തിൻ്റെ ആ മുഖപ്രസംഗം എല്ലാം കൂടി നമുക്ക് കൂട്ടി വായിക്കേണ്ടത്. കാരണം ശബരിമല സ്വർണ്ണപ്പാളിയിൽ ഉണ്ടായ തിരിച്ചടി അത് വളരെ വലുതാണ് എന്ന് CPI തിരിച്ചറിയുകയാണ്. CPM പുറത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും. അതോടൊപ്പം തന്നെ അതിന് കാരണക്കാരനായ ആ സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് A. പത്മകുമാർ ഉൾപ്പെടെ ഇപ്പോൾ ജയിലിൽ കഴിയുമ്പോഴും അദ്ദേഹത്തിനെതിരെ സംഘടന നടപടി പോലും എടുക്കാതിരുന്നത് വലിയ തിരിച്ചടിയായിട്ടാണ് CPI കാണുന്നത്. മാത്രമല്ല സമീപകാലത്തെടുത്ത കുറേ വിഷയങ്ങൾ അത് PM ശ്രീയിൽ ഒപ്പിട്ടതും അതുപോലെ തന്നെ തൃശൂർ പൂരം കലക്കിയ MR അജിത് കുമാറിനെതിരായ നടപടി ഇല്ലാതിരുന്നതുമെല്ലാം CPIയെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. PM ശ്രീയുടെ കാര്യത്തിലും MR അജിത് കുമാറിൻ്റെ കാര്യത്തിലുമെല്ലാം പരസ്യമായ നിലപാട് CPI സ്വീകരിച്ചിരുന്നതുമാണ്. ഇതെല്ലാം തന്നെ വോട്ട് കുറയാനും വലിയ തിരിച്ചടിക്കും കാരണമായി എന്ന് തുറന്ന് പറയുകയാണ് CPI എന്നതാണ്. ഓരോ വിഷയങ്ങളിലേക്കും കടന്നു ചെന്ന് മുന്നണി സംവിധാനത്തെ ആകെ ക്ഷീണിപ്പിക്കട്ട എന്ന് കരുതിയാണ് പലപ്പോഴും അവരത് തുറന്ന് പറയാതിരുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വോട്ടെണ്ണി കഴിഞ്ഞതോടുകൂടി വലിയ തിരിച്ചടി ഉണ്ടായതോടുകൂടി അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ആഞ്ഞടിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ യോഗശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ കാര്യങ്ങൾ കൂടുതൽ ഊന്നൽ വരുത്തി സംസാരിക്കുമോ എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു കാര്യം ഉറപ്പാണത്, CPMനും CPIക്കും ബോധ്യമുണ്ട്. ചില തിരുത്തലുകൾ ഇല്ലാതെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ വലിയ തിരിച്ചടി ഇത്തവണ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് രണ്ട് പാർട്ടികളും ഉള്ളത്. ഇന്നത്തെ അവലോകനത്തിലൂടെ കുറച്ചുകൂടി വ്യക്തത കാര്യത്തിൽ CPM CPI യോഗങ്ങൾ ഇന്ന് ചേരുന്നുണ്ട്. ഇതിപ്പോൾ ദേശാഭിമാനിയിൽ വന്നിരിക്കുന്ന പാർട്ടി മുഖപത്രത്തിൽ വന്നിരിക്കുന്ന വിശകലനത്തിന്റെ ഒരു തുടർച്ചയായിരിക്കുമോ യോഗത്തിൽ വരുന്ന അഭിപ്രായങ്ങളും? ഇപ്പോൾ CPI അടക്കം പുറത്ത് പരസ്യമായി പ്രതികരിച്ച സാഹചര്യമുണ്ട്. അപ്പോൾ എന്താണോ പാർട്ടി ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത് അതിനപ്പുറമുള്ള കാര്യങ്ങളുണ്ട്. UDFനെയും കോൺഗ്രസിനെയും കുറ്റപ്പെടുത്തുന്ന വാദങ്ങൾ ഉയർത്തുക എന്നതിനപ്പുറം ആത്മപരിശോധന നടത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ നമുക്കിതിനു ശേഷം പ്രതീക്ഷിക്കാമോ റഹീസ്?
സ്മൃതി, ആത്മപരിശോധന നടത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണങ്ങൾ CPIM-ന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അല്പസമയത്തിനകം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അവസാനിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പ് പുറത്തേക്ക് പോയി. കേന്ദ്ര കമ്മിറ്റി അംഗമായ എളമരം കരീമും ഇപ്പോൾ പുറത്തേക്ക് പോയി. ഒരു 10 മിനിറ്റ് കൂടി മാത്രമേ യോഗമുണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് എളമരം കരീം അറിയിച്ചത്. പ്രധാനമായും ശബരിമല വിഷയം എത്രത്തോളം തിരിച്ചടിയായി, ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചോ, ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും UDF-ന് അനുകൂലമായി ഏകീകരിക്കാൻ എന്തുകൊണ്ട് അങ്ങനെ ഏകീകരിച്ചു എന്നതടക്കമുള്ള വിശദമായ പരിശോധനകളുണ്ടാകും. ഏറ്റവും പ്രധാനമായും അറിയേണ്ടത് A. പത്മകുമാറിനെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക്, അങ്ങനെ ഒരു ധാരണയിലേക്ക് ഇന്നത്തെ യോഗം പോകുമോ എന്നതാണ്. അത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയതായാണ് പാർട്ടി വിലയിരുത്തുന്നത്. എന്നു മാത്രമല്ല, തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിൽക്കുന്നതിനിടെയാണ് CPIM-നെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. സർക്കാരിനെതിരെയും പാർട്ടി CPM നേതൃത്വത്തിനെതിരെയും വിമർശനങ്ങൾ ഉണ്ടായി. ജനയുഗത്തിൻ്റെ എഡിറ്റോറിയൽ പേജിലൂടെയായിരുന്നു വിമർശനം. പക്ഷേ അതിനുശേഷം ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, ജനയുഗത്തിൻ്റെ എഡിറ്റോറിയൽ പറയുന്നത് CPI-യുടെ തീരുമാനം ആണ് എന്നതാണ്. PM ശ്രീ വിവാദവും ഒപ്പം അജിത് കുമാറിനെ സംരക്ഷിച്ചതും അടക്കമുള്ള കാര്യങ്ങൾ, വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ചതടക്കമുള്ള കാര്യങ്ങളിൽ ഊന്നിയാണ് എഡിറ്റോറിയൽ എഴുതിയത്. അതിനിടെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിൽ ഒരു സ്വയം വിമർശനം ഉണ്ടായിരുന്നു. ക്ഷേമ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ വോട്ടായില്ല എന്ന തിരിച്ചറിവിലാണ് വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുമെന്ന് TV പ്രസാദും റഹീസ് റഷീദുമാണ് വിവരങ്ങൾ നൽകിയത്.